ഞാൻ കാഴ്ചയ്ക്ക് ശേഷം മമ്മൂക്കയുടെ ചെയ്ത പടമാണ് ഒരേ കടൽ. അതിനിടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും ഗ്യാപ്പായി പോയി വേറെ ഫിലിമിൽ എൻഗേജ് ആയിരുന്നുകൊണ്ട്. അപ്പോൾ ഒരു നല്ല ഗ്യാപ്പുണ്ടായി. ഗ്യാപ്പിന് ശേഷം പക്ഷേ കാഴ്ചയിൽ നല്ല ബന്ധങ്ങളുണ്ടായി മമ്മൂക്കായിട്ട്. അതിന് മുമ്പ് ടെലിവിഷനിലിരിക്കുമ്പോഴാണ് ഞാൻ ചെയ്ത ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്ന് പറയാം. ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്ത് വേനലിൻ്റെ ഒഴിവ്. അപ്പോൾ അത് കണ്ടിട്ട് ദൂരദർശനിൽ വിളിച്ച് ഭയങ്കര അപ്രിഷിയേഷൻ ചെയ്ത് മമ്മൂക്കാണ്. അത് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ടും നേരിട്ട് ഫോൺ ചെയ്ത് എൻ്റെ വർക്കെപ്പറ്റി പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക ടെലിവിഷൻ വർക്ക് ഒരു ഡീഗ്രേഡായിട്ടോ അല്ലെങ്കിൽ ഒരു ലോ ലെവലിലേ കണ്ടില്ല. ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നവർക്കും അന്ന് ഭയങ്കര എൻകറേജ്മെൻറ്റും റെസ്പെക്റ്റും കൊടുത്തുകൊടുക്കുന്ന മമ്മൂക്ക. കാരണം ടെക്നിക്കലി ഈസ് വെരി സൗണ്ട്. ഏത് ആക്ടറെ കാട്ടിലും നമുക്ക് ഓപ്പണായിട്ട് പറയാം, മമ്മൂക്കാക്ക് കിട്ടുന്ന ടെക്നിക്കൽ എക്സ്പീരിയൻസും ടെക്നിക്കൽ നോളജും ഭയങ്കര വെരി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈസ് വെരി ഇൻവോൾവ്. ഇപ്പോൾ കാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് അപ്പം ചോദിക്കും, നിങ്ങൾ ലൈറ്റൊന്നും അധികം ഉപയോഗിക്കാറില്ലല്ലോ, എൻ്റെ മുഖമൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ് സബ്ജക്റ്റുക്ക് ആവശ്യമില്ല, മമ്മൂക്കാക്ക് വേണ്ടി ഞാൻ വെച്ച് തരണം, അങ്ങനെയൊക്കെ തമാശയായിട്ട് പറഞ്ഞിട്ട് മാറുമായിരുന്നു. ഒരേ കടൽ വന്നപ്പം ഒരേ കടൽ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഒന്നാമത്തെ ബഡ്ജറ്റ് തീരെ കുറവായിരുന്നു. ഒരു ഫ്ലാറ്റാണ്, ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇതേപോലെ നമ്മൾ സ്റ്റുഡിയോ പോലെ ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു ആ സ്റ്റോറിയാണ് പറയുന്നത്. താഴെ വേറൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന മീര ജാസ്മിൻ്റെ ഫാമിലിയുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അൺഫിനിഷ്ഡ് ഒരു കേസായിട്ട് കിടക്കുന്ന ഒരു ക്ലോസ്ഡായിട്ട് കുറേ കാലമായിട്ട് ക്ലോസ്ഡായിട്ട് കിടക്കുന്ന ആനന്ദ് സിനി സർവീസ് എന്ന് പറയുന്ന ചെന്നൈയിലെ വലിയ കമ്പനിയുടെ ഫ്ലാറ്റായിരുന്നു. അവർ വിൽക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പല ലൊക്കേഷൻ കണ്ടിട്ട് ഒരു ഫ്രീഡം വേണമായിരുന്നു അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം പല ലൊക്കേഷനും പോയിട്ട് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ഇത് ചെന്നൈയിൽ തന്നെ ചെയ്യാൻ തീരുമാനം. ആദ്യം വൈസാഖിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്, ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണത്തിൽ. പക്ഷേ അവിടെ പോയ കുറച്ച് എക്സ്പെൻസ് താങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായിട്ട് കേരളമാണെങ്കിൽ ഡെഫിനറ്റ് ബാക്ക്ഗ്രൗണ്ട് ഔട്ട്ഡോർ വരുമ്പോൾ ചിലപ്പം കമ്മിറ്റഡ് ആകുമ്പോൾ അറിയുമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നൈ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചെന്നൈയിലെ 10ാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അതിന് മേളിൽ 2-3 ഫ്ലോറുണ്ട്, അൺഫിനിഷ്ഡാണ്, ഒന്നും ഫിനിഷ്ഡ് അല്ല. അതിൽ പ്ലൈവുഡ് വെച്ചിട്ട് ആർട്ട് ഡയറക്ടർ മുത്തുരാജ് വിളിപ്പിച്ച് ഒരു ഫിനിഷ്ഡ് ഫ്ലാറ്റായിട്ടും ഒരു റൈറ്ററിൻ്റെ ഒരു നാഥൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് പുള്ളി ചെയ്തത്. അതിൻ്റെ റൈറ്ററുടെ ഒരു വീടായിട്ട് അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വീടും, താഴത്തെ ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റ് മീര ജാസ്മിൻ സാധാരണ ഒരു ഫാമിലി, നറൈൻ എന്ന് പറയുന്ന ആക്ടറും മീര ജാസ്മിന് താമസിക്കുന്ന ഒരു ബിലോ മിഡിൽ ക്ലാസ് താമസിക്കുന്ന ഒരു ഫ്ലാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത്. അപ്പോൾ ഇതിൽ ചാലഞ്ചിങ് എന്താണെങ്കിൽ മൊത്തം 28 ദിവസവും ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരു കഥ പറയാൻ പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ഉള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത കോമ്പാക്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അച്ചുവിൻ്റെ അമ്മ. എന്നാലും ചില സമയങ്ങളിലെ സോങ്ങിലെയോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ലൊക്കേഷനോ നമ്മൾ പോയിട്ടുണ്ട് വെളിയിൽ. മാക്സിമം ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ കണക്റ്റഡ് ഫിലിമായിരുന്നു. ഇതിൽ ഔട്ട്ഡോർ പറയുന്നത് വളരെ 10%ഓ 15% ഉണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ് ഓഡിയൻസ് മൊണോട്ടസ് ആവും, പിന്നെ ബോറടിക്കാൻ തുടങ്ങും. ഇതൊക്കെ എനിക്ക് പ്രീ കൺസീവ്ഡ് ആയിരുന്നു. അപ്പോൾ ശ്യാമപ്രസാദ് പറഞ്ഞു നമുക്കൊരു ചാലഞ്ചിങ് ആണ് ഓപ്പൺ, ലെറ്റസ് ട്രൈ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ബൈഹാർട്ട് എല്ലാ പടത്തും ഞാൻ അത് തന്നെ ചെയ്യുന്നത്. കാരണം മലയാളം ഞാൻ വായിക്കുന്നത് വളരെ വീക്കാണ്. എല്ലാ വേർഡ്സും എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് വീണ്ടും വായിപ്പിച്ചിട്ട് ഞാൻ ഫീഡ് ചെയ്ത് വയ്ക്കും. കമ്പ്യൂട്ടർ പോലെ ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ 28ാമത്തെ സീൻ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. 42ാമത്തെ സീൻ ഏതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചെങ്കിൽ ഐ കുഡ് ടെൽ, ബിക്കോസ് ഞാൻ അതിലായിപ്പോവും. ആ പടം ഇറങ്ങുന്നവരെ അതിലായിപ്പോവും. ഈവൻ ഒരു ഷോട്ട് അതിൽ വിട്ടെന്തെങ്കിലും 3ാമത്തെ ദിവസം ഷൂട്ട് ചെയ്ത ഷോട്ട് ഡയറക്ടേഴ്സ് മാർക്ക് ചെയ്തിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ലെഫ്റ്റ് ഓവർ ഷോട്ടിന് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു റൂമിൽ വന്നിട്ട് ലെഫ്റ്റ് ഓവർ ഷോട്ടിന് എഴുതി വയ്ക്കാം, വിട്ടുപോയ ഷോട്ടുകൾ. ആ ഷോട്ട് എപ്പോഴെങ്കിലും വരികയാണ് അതിൻ്റെ കാസ്റ്റ്യൂം എന്തായിരിക്കും,
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, പ്രോപ്പർട്ടി എന്തായിരുന്നു ഞാൻ ഓർത്തിരിക്കാൻ. അത് കുട്ടിക്കാലം തൊട്ടേ തുടക്കം മറ്റേ സിനിമാറ്റോഗ്രാഫി തുടങ്ങിയപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു പാഷനായിട്ടോ അല്ലെങ്കിൽ ഡ്യൂട്ടി ആയിട്ടോ എടുത്തു വയ്ക്കാം. ഇപ്പോൾ 2 ഫ്ലാറ്റ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നതും തീരുമാനിച്ചു. ഒന്ന് മമ്മൂക്കായുടെ ഫ്ലാറ്റ്, ഒന്ന് മീര ജാസ്മിൻ്റെ. അപ്പോൾ മമ്മൂക്കായുടെ ഫ്ലാറ്റ് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാവുന്നതായിട്ട്, അത് ഒരു ക്യാരക്ടർ വേണം, അതിൻ്റെ പ്രോപ്പർട്ടി വന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഫോറസ്റ്റ് ഗ്രീൻ അങ്ങനെ ഒരു കളറാണ് ചൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ കാരണം അതിൽ കിട്ടുന്ന ബുക്സ്, പേപ്പേഴ്സ്, അതിലിരിക്കുന്ന കോസ്റ്റ്യൂംസ്, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കളർ ചൂസ് ചെയ്തു. മീര ജാസ്മിൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് ഒരു പ്രിസൈസ്ഡ് ഒരു കളറില്ല, ഒരു സാധാരണ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ആളുടെ വീട് അത്രേ പ്രതീക്ഷിച്ചു. അത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ഇമ്മീഡിയറ്റാണ് പറയാം ഒരു വാടകയ്ക്ക് താമസിക്കുന്ന കപ്പിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ മമ്മൂക്കയുടെ പടം തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഡൗട്ട് മാത്രമല്ല, ഒരു ചാലഞ്ചിങ്ങും ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായിരുന്നു തുടങ്ങും മുമ്പ്. ഇതെങ്ങനെയാണ് ഓരോ സീനിലെയും ഈ ഓഡിയൻസിക്ക് എത്തിക്കാൻ ലൈറ്റിംഗ്, ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡോർസ് പടമാണ്, എല്ലാം ഒരേപോലെ ലൈറ്റിംഗ് ആയി കഴിഞ്ഞാലും ബോറടിക്കും പറഞ്ഞ് 2 ദിവസം മുമ്പ് സെറ്റ് ഇടുമ്പോൾ തന്നെ ഞാൻ കൂടെ പോയി നിന്ന് ലൈറ്റിംഗ് എങ്ങനെയാണ്, അത് ഔട്ട്ഡോർ ലൈറ്റ് എങ്ങനെയാണ് ഫാളിങ് ഇൻസൈഡ്, അത് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ട് 10 മണിക്ക് ലൈറ്റ്സ് എങ്ങനെ ഉണ്ട്, 11 മണിക്ക് എങ്ങനെ ഉണ്ട്, ഉച്ചയ്ക്ക് 3 മണിക്ക് പോയ ആ ഫ്ലാറ്റ് എങ്ങനെ ഉണ്ടാവും, ഒരു വൈകിട്ട് 6 മണിക്ക് പോകുമ്പോൾ ഫ്ലാറ്റ്, പിന്നെ നൈറ്റ് കുഴപ്പമില്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നല്ല സ്റ്റഡി ചെയ്തിട്ട് ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ അത് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഇത് കടലിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റാണെന്ന് നമ്മൾ കഥയിൽ പറയുന്നത്, നിയറസ്റ്റ് ടു സീ സൈഡ്. ഒരേ കടലിന് ടൈറ്റിൽ വരുന്നതിൻ്റെ ഒരു റീസണും അതിലുണ്ട്. അപ്പോൾ കടൽ ഒരു ഫീല് കൊടുക്കണം. പക്ഷേ ഔട്ട്ഡോറിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സിറ്റിയാണ്, മെഡ്രാസ് സിറ്റിയാണ്. അപ്പോൾ കടലിൻ്റെ അടുത്ത് കാണിക്കാൻ കടലിൽ ഇല്ല. പിന്നെ VFX അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, അതിൻ്റെ ബഡ്ജറ്റിനില്ല. VFX ഒക്കെ തുടങ്ങിയ കാലങ്ങളാണ്. സോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഒരു ബ്രീസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു 2 ഫാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു കടലിൽ നിന്ന് കാറ്റ് വരുന്ന ഫീലിംഗ് ത്രൂ ലൈറ്റിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ കർട്ടൻസ് അനങ്ങിക്കൊണ്ടിരിക്കും, ചെറിയ മറ്റേ ചെറിയ റീപ്പസ് പോലെ ചെയ്തിട്ട് അതിലെന്ത് സ്ട്രീറ്റിൽ പഴയ ടെക്നിക്കും പറയാം, അത് ഓൾഡസ്റ്റ് ടെക്നിക്ക്, അതെല്ലാം തിരിച്ച് ആ പടത്തിൽ അപ്ലിക്കേഷൻ ചെയ്തു. അത് ഒരു പരിധി വരെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പം പല സിറ്റുവേഷനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക 2-3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇടന്തേ ഷൂട്ട് ചെയ്തു, വേറെ ഒരു ഫ്ലാറ്റ് ആൾട്ടർനേറ്റീവ് ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തോടെ, അത് ചീറ്റ് ചെയ്ത് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മമ്മൂക്ക എനിക്ക് ബോറടിക്കുന്നില്ല, ഐ എം എൻജോയിങ് ഇറ്റ്, എവറി സീൻ ഐ എം എൻജോയിങ് ഇറ്റ്, ബിക്കോസ് ഐ എം ചേഞ്ചിങ് മൈ ടൈമിങ് ഓഫ് ലൈറ്റിങ്. ഷെയ്ഡ് മാറുന്നു, ലൈറ്റ് മാറുന്നു, അതിൻ്റെ ആക്ടിവിറ്റീസ് മാറുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുമെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് വരില്ല നോക്ക എന്ന് പറഞ്ഞു. താഴെ മീര ജാസ്മിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇതേ തന്നെ, പക്ഷേ അത് കടൽ അപ്പുറത്തിലുള്ള വീട് ആയതുകൊണ്ട് കടലിൻ്റെ ആ ബ്രീസ് ഉണ്ട്. കാരണം ഇത് ക്യാരക്ടർ ഉള്ള ഒരു വീടാണ്. അത് സാധാരണ നമ്മൾ ഒരു കാൻഡിഡ് ക്യാമറാസ് പോലെ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഇത് ഇങ്ങനെ പടം കൊണ്ടുപോയി മമ്മൂക്കാക്ക് ചെറിയ സമയങ്ങളിലൊക്കെ എനിക്ക് ബോറടിക്കുന്നോന്ന് എനിക്ക് മമ്മൂക്കയുടെ ഫേസ് കണ്ടാൽ അറിയാം, എന്താ അടുത്ത് എന്തൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷേ സീൻ തുടങ്ങുമ്പോൾ ഈ ഇൻവോൾവ്സ് അതിൽ ക്യാരക്ടറിലായിപ്പോൾ. പിന്നെ മീര ജാസ്മിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പം മമ്മൂക്കാക്ക് ഡെഫിനറ്റാ മനസ്സിലായി ഈ പടം എവിടെയോ കൊണ്ട് നല്ല രീതിയിൽ എത്തിക്കുമെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എന്നെ മമ്മൂക്ക വിളിച്ചു, ഈ പടം നിങ്ങൾ ഡയറക്ടറും ക്യാമറമാനും സംസാരിക്കാറില്ലേ, ഡിസ്കസ് ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ലൊക്കേഷനിൽ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു, ഈ ഷോട്ടുകളെ പറ്റിയോ അല്ലെങ്കിൽ ലെൻസെ പറ്റിയോ അല്ലെങ്കിൽ ലൈറ്റിങ്ങെ പറ്റിയോ ഒന്നും സംസാരിക്കാറില്ല, നിങ്ങൾ വേറെ എന്തോ ചിരിക്കുന്നു, സീരിയസ് ആയിട്ട് സീൻ എടുക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ഫണ്ണിയായിട്ട് തോന്നി. നമുക്ക് ഈ കഥ ശ്യാം ഒരു 3 പ്രാവശ്യം എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ ബൈ ഹാർട്ടഡ്. മാത്രമല്ല ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് അടുത്ത സീൻ എന്ന്. കാരണം അടുത്ത സീൻ ഞാൻ തന്നെ ഒരു കൂടി റീഡ് ചെയ്യും,
പിന്നെ അതിന് വേണ്ടിയ ലൈറ്റിങ്, അതിൻ്റെ വേണ്ടിയ ക്യാമറ മൂവ്മെൻറ്റ്, പിന്നെ എനിക്ക് ഫ്രീഡം കൂടുതൽ തന്നിട്ടുണ്ട്. അത് മോസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സിനെ ഞാൻ എടുക്കുന്നത് എന്താണെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഫസ്റ്റ് തന്നെ ഞാൻ സറണ്ടർ ചെയ്യും. പിന്നെ സറണ്ടർ ചെയ്തിട്ട് അവർക്ക് എന്ത് വേണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ അവരുടെ കൂടെ യാത്ര ചെയ്യും. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ കാണാറുണ്ട് നിങ്ങൾ ബാക്കി സെറ്റിലുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസ്കഷനോ അതല്ല ഇത് അങ്ങനെ ഒരു വാക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്കത് വേണമെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് തമാശയായിട്ട് പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് മമ്മൂക്കാക്ക് സീൻസ്, ഈ മീര ജാസ്മിൻ്റെ സീൻ വരുമ്പോൾ മമ്മൂക്കാക്ക് മനസ്സിലായി ഇത് ടഫാണ്, ഈ ഫിലിം കുറച്ച് സംതിങ് ഇസ് ഗോയിങ് ടു. മമ്മൂക്ക കൂടുതൽ ഇൻവോൾവ് ആയി. ചില സീനിലൊക്കെ അഭിനയിച്ചത് കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പെർഫോംഡ്. ചില പർട്ടിക്കുലർ സീൻസ്, എമോഷണൽ സീൻസ്, അല്ല ഒരു ഫൈറ്റിംഗ് സീക്വൻസ്, ഇതെല്ലാം വളരെ നാച്ചുറലായിട്ട് നാഥൻ്റെ ക്യാരക്ടറിലെ പുള്ളി ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടുകളും അവിടെ തന്നെ എടുക്കണം, സോങ്സും എടുക്കണം. അപ്പോൾ ഈ സോങ്സ് വന്നിട്ട് ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ബഡ്ജറ്റിൻ്റെ ഒരു മെഡ്രാസിൽ പോയി ഹയർ ചെയ്യാനുള്ള ബഡ്ജറ്റ് ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര വർഷം കഴിഞ്ഞിട്ട് 30 വർഷം, ഐ തിങ്ക് 30-35 വർഷം കഴിഞ്ഞിട്ട്, അല്ല 30 വർഷം ഗ്യാപ്പിന് ശേഷം ഞാൻ അവിടെ പോകുന്നു, അവരുടെ അടുത്ത് ചോദിക്കുന്നു ഇങ്ങനെ പെർമിഷൻ കിട്ടുമോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ. ഇവരെ ഒരു എക്സ് സ്റ്റുഡൻറ്റ് ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് കൺസെഷൻ തന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ച്. അങ്ങനെ 2 ഹോസ്പിറ്റൽ സീക്വൻസ് മാത്രം ചെയ്ത്, പിന്നെ അവിടെ വേറെ ഒരു ആശ്രമം പോലെ ഒരു സ്ഥലം വേണമായിരുന്നു, അതും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെയ്ത്. അങ്ങനെ ഒരു പാച്ചപ്പ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ വന്ന്. പിന്നെ മമ്മൂക്ക പറഞ്ഞു ഇത് നിങ്ങളൊന്നും മതിയാക്കില്ലല്ലേ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ പറഞ്ഞ് തമാശ പറയാം. ഒരു ദിവസം വൈകിട്ടായപ്പോൾ എന്തോ കാരണം കൊണ്ട് മമ്മൂക്കാക്ക് 6 മണിക്ക് പോകണം. അപ്പോൾ 6 മണിക്ക് പോകുമ്പോൾ പുള്ളി 4 മണിക്ക് പറഞ്ഞ് ഞാൻ ഇന്ന് പോവാണ്, നേരത്തെ പോവാണ്, എന്നെ 5 മണിക്ക് വിടാനാണ്. ഞാൻ പറഞ്ഞു മമ്മൂക്ക 5 മണിക്കല്ല, ഒരു 5:20 വിടാന്ന്. അതെന്താ അങ്ങനെ തന്നെ? അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൈ വെച്ചിട്ട് 2 ഷോട്ട് എടുക്കണം, ആ ടൈമിലാണ് എനിക്ക് സ്കൈ മാച്ച് ആകും. മമ്മൂക്ക പറഞ്ഞു എങ്ങനെയാണ്, എല്ലാ ക്യാമറമാനും പറയും 5 മണിയും പറയും 7 മണിക്കേ വിടും അങ്ങനെ. ഞാൻ പറഞ്ഞു ഡെഫിനറ്റായി ലീവ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇത് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ ഇത് ലൈറ്റിങ്ങൊക്കെ നേരത്തെ എൻ്റെ അസിസ്റ്റൻസ് വെച്ചിട്ട് ഫാസ്റ്റായിട്ട് മോഡൽ പോലെ പുള്ളിയെ നിർത്തി ലൈറ്റപ്പൊക്കെ ചെയ്ത് വെച്ചു. മമ്മൂക്ക അവിടെ വന്നു, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ, 5 മണിക്ക് വന്നു. 5 മണിക്ക് വന്ന ഉടനെ ലൈറ്റ് ആൻ പറഞ്ഞ് ഒരു ഷോട്ട് എടുത്ത് ഓഫ് ചെയ്തിട്ട് അടുത്ത ഷോട്ട് ലൈറ്റ് ആൻ പറഞ്ഞാൽ അടുത്തത് 3 ഷോട്ടും പെടപെടാനാ 15 മിനിറ്റ്സ് ഉള്ളിൽ എടുത്ത് തീർത്തപ്പം ഹി വാസ് സർപ്രൈസ്. ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് പോയി. മാത്രമല്ല അടുത്ത ദിവസം ആ ഹാപ്പിനെസ്സിൽ പുള്ളി കറക്റ്റായി എത്തി. ഒരു ഫാമിലി കമ്മിറ്റ്മെൻറ്റ് എന്തോ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം വൈകിട്ടാകുമ്പോൾ ഇന്ന് വൈകിട്ട് ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇല്ല, ശ്യാം പ്രസാദ് പറഞ്ഞ് ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഷെഡ്യൂളിലില്ല, എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എടുക്കാം ഞാൻ തന്നെ, നാളെ വൈകിട്ട് നിങ്ങൾ 2 എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൂട്ടിപ്പോയി. പുള്ളി പറഞ്ഞത് എന്താണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നോർമലി വാക്ക് പാലിക്കാറില്ല. 5 മണിന്ന് പറഞ്ഞാൽ 7 മണി വിടും, 7 മണി അത് വർക്കിൻ്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ടാണ് നിങ്ങൾ 2 പേരും അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പുള്ളിയുടെ അടയാർ വീടുകായിരുന്നു, ആ അടയാർ വീട്ടിലെ കൊണ്ടുപോയി ഞങ്ങൾ ഗസ്റ്റാക്കി. അത്രയ്ക്കൊരു ഹാപ്പി ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി മമ്മൂക്കാടെ. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരേ കടൽ കഴിഞ്ഞു റിലീസാകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓഡിയൻസ് എങ്ങനെ റീച്ചാവുന്നു. പക്ഷേ തിയേറ്ററിൽ റിലീസായി നല്ല ഭയങ്കര ഒരു വ്യത്യാസമായ റെസ്പോൺസ് കിട്ടിയത് മാത്രമല്ല, നമ്മുടെ സച്ചി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളി ആദ്യത്തെ ഷോ കണ്ടിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഭയങ്കര എൻജോയ് ചെയ്തു ഈ ഫിലിം, വളരെ വേറെ ലെവലിൽ ഒരു ചിന്തിച്ച എനിക്ക് ഈ പടം, എനിക്ക് ആക്ച്വലി ഇങ്ങനെയുള്ള ഫിലിംസാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രിഷ്യേഷൻ ചെയ്തു. അതോടെ കോൺഫിഡൻസ് കിട്ടി, നല്ല പടം, കുഴപ്പമില്ല, ഇനി തിയേറ്ററിലെ നല്ല അപ്രിഷ്യേഷൻ. പക്ഷേ അപ്രിഷ്യേഷൻ നന്നായിട്ട് കിട്ടിയ പടമാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഓപ്പണിംഗ് ഫിലിമായിട്ട് ഗോവ ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്തു. അപ്പം ഗോവ ഫെസ്റ്റിവലിലേക്ക് ഇൻവിറ്റേഷൻ വന്നിട്ട് മമ്മൂക്കാക്കും
മീര ജസ്മിൻ, ശ്യാമപ്രസാദ് ആൻഡ് പ്രൊഡ്യൂസർ 4 പേർക്ക് കിട്ടിയായിരുന്നു ഗസ്റ്റായിട്ട്. അപ്പോൾ ആസ് എ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. എനിക്കങ്ങനെ ഞാൻ ചെയ്ത ഒരു പടം നേരത്തെ അഗ്നിസാക്ഷിയിലെ പല ഫെസ്റ്റിവൽ വന്നെങ്കിലും എനിക്ക് മെൻഷൻ കിട്ടിയിട്ടുണ്ട്. കൊറിയൻ ഫെസ്റ്റിവലിൽ അഗ്നിസാക്ഷിയുടെ മെൻഷൻ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ നമ്മുടെ പടം പോകുമ്പോൾ ഒരു അപ്രിഷിയേഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഗോവയ്ക്ക് എൻ്റെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി ഞാൻ അവിടെ റൂം എടുത്ത് താമസിച്ചിരുന്നു. അപ്പോൾ ഗോവൻ ഫെസ്റ്റിവലിൽ മമ്മൂക്ക എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല, മീര ജസ്മിൻ വന്നില്ല. അപ്പോൾ ഇത് നറേന് കൊടുത്തു അക്കോമഡേഷൻ. അപ്പോൾ ഞാൻ ആരുടെടുത്തും പറഞ്ഞില്ല, ഞാൻ അവിടെ എത്തി. ശ്യാംപ്രസാദ് മാത്രം അറിയിച്ചിരുന്നു ഞാൻ പടം കാണാൻ വരുന്നതെന്ന്. അങ്ങനെ ഓപ്പണിംഗ് ഫെസ്റ്റിവലിന് മുമ്പ് ഈ ജൂറി മെമ്പേഴ്സൊക്കെ മേളിൽ വന്നു. നഫീസ അലി ആൻഡ് ആൾ വളരെ റെപ്യൂട്ടഡ് ഡയറക്ടേഴ്സ്, റെപ്യൂട്ടഡ് സ്കോളേഴ്സാണ്, റൈറ്റേഴ്സുണ്ട്. അവരൊക്കെ 7 പേരുണ്ടെന്ന്. 7 പേരും ഫൈനൽ ജൂറി മെമ്പേഴ്സ് വന്നിട്ട് ഈ ഫിലിം എന്തുകൊണ്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ കൊണ്ടുള്ള ഒരാൾ ജൂറി സംസാരിച്ചു. അപ്പം നഫീസ അലി പറഞ്ഞത്, മേഡം പറയുന്നത് ഈ പടത്തിൽ 4 പേര് സ്റ്റേജിലുണ്ട്. നമ്മൾ മമ്മൂട്ടി ഈസ് മിസ്സിങ് ആൻഡ് മീര ഓൾസോ കുഡ് നോട്ട് കം. എനിവേ ഐ എം മിസ്സിങ് 1 more person ദാറ്റ് ഹീ ഷുഡ് ബി ദെയർ. നമ്മളത് ഇൻവൈറ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഈസ് എ സിനിമാറ്റോഗ്രാഫർ ഓഫ് ദിസ് മൂവി, അൽഗപ്പൻ സംതിങ് നെയിം എന്ന് പറഞ്ഞ്. അപ്പം ശ്യാംപ്രസാദ് അടുത്ത് നിന്നിട്ട് ഈസ് നെയിം ഈസ് അളഗപ്പൻ, വാട്ട് എവർ വി ആർ മിസ്സിങ് ഹിം എന്ന് പറഞ്ഞു. അപ്പം ഇമ്മീഡിയറ്റ്ലി ശ്യാം പറഞ്ഞു, ഈ സംവെയർ ഇൻ ദ ഓഡിറ്റോറിയത്തിൽ എവിടെയോ ഒരു സ്ഥലത്തിലുണ്ട്. സോ ഈ ആൾസോ ടോൾ മീ ദാറ്റ് ഈസ് കമ്മിങ് ടു ദ ഫെസ്റ്റിവൽ എന്ന് ഒന്ന് അനൗൺസ് ചെയ്ത്, അളഗപ്പൻ വെർ ആർ യു കം ടു ദ സ്റ്റേജിന്. അത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ഓഡിറ്റോറിയം ക്ലാപ്സ് അടിച്ച് എന്നെ മേളിൽ കൊണ്ടുപോയി. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഈ പടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടത് സിനിമാറ്റോഗ്രാഫി ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഷോട്ട്, ഒരു ഫൈനൽ ഒരു ഷോട്ടുണ്ട്, അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു ആ ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരുപാട് അപ്രിഷിയേഷൻ തന്നു. അതുമാത്രമല്ല, ഞാൻ ഫെസ്റ്റിവലിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ഇതാണ്, ഐ വാസ് വെരി ഹോണേഡ്. പിന്നെ എനിക്ക് സീക്കായുടെ അവാർഡ് കിട്ടി. ഓൾ സൗത്ത് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫർ സെലക്ട് ചെയ്ത ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി അവാർഡ് കിട്ടി. പിന്നെ പല അവാർഡ്സും കിട്ടിയിരുന്നു. പക്ഷെ ആ ഫിലിം അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ആഡിയൻ പോലെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് എനിക്കൊരു കോൾ വന്ന്, അവിടെ ലോക്കൽ ഫെസ്റ്റിവൽ ഡയറക്ടറെ വിളിച്ചു, അതിൻ്റെ ശ്രീവാസ്തവ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പോയി, എവിടെ താമസിക്കുന്നു പറഞ്ഞ്, നിയറസ്റ്റ് ഒരു ഹോട്ടലുണ്ട്, അവിടെ താമസിക്കുന്നു. യു ആർ എ സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ അസ്, സോ യു ആർ ഷിഫ്റ്റിംഗ് ടു മാരിറ്റ്സ് ഹോട്ടൽ. ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം ഞാൻ എൻ്റെ ഓൺ എക്സ്പെൻസിൽ പോയതാണ്. 7 ദിവസത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ദ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് മാരിറ്റ്സ് ഹോട്ടലിന് പറഞ്ഞ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഹോട്ടൽ. ഐ വാസ് ഗിവൻ അക്കോമഡേഷൻ. സോ അങ്ങനെ 7 ദിവസം അതൊരു ഹോണറായിട്ട് വന്നു. അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി. അതിൽ പല സോങ് പിക്ചറൈസേഷൻ ആണെങ്കിലും, അല്ല സോങ് പിക്ചറൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, സോങ്ങിൻ്റെ മോണ്ടേജ് ഷോട്ട്സുകളാണെങ്കിലും പല സീൻസിലും വളരെ കാൻഡിഡ് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചത് തന്നെ, ഒരു ടെലിവിഷൻ എക്സ്പീരിയൻസ് എനിക്കത് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നത്. ഒരു പെട്ടെന്ന് ഒരു ഷോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ളത്. ഇപ്പം എറണാകുളത്തിലെ ഞങ്ങൾ നിൽക്കുമ്പോൾ ചില ഷോട്ട്സുകളൊക്കെ ഇങ്ങനെ കാൻഡിഡായിട്ട് ഷൂട്ട് ചെയ്തു, അത് മാച്ച് ചെയ്തിട്ടുണ്ട്. ചെന്നൈ വിജയവാഡാന്ന് പറഞ്ഞിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത് പടത്തിൽ. പിന്നെ ഇപ്പം മമ്മൂക്ക തന്നെ ഒരു മോണ്ടേജിൽ അവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശ്യാംപ്രസാദ് പറഞ്ഞ അങ്ങനെ എഴുതിയ പേപ്പറൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഒന്നൊന്നോ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. ബിൽഡിങ്ങിൽ അടുത്ത ബിൽഡിങ്ങുണ്ട്, ഞാനിവിടെ ക്യാമറ ക്രൈനിൻ്റെ വെച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി ഇതൊരു ഹൈ ആംഗിൾ പോയിട്ട് അതിലൊരു ഡെപ്ത്ത് കിട്ടും, മമ്മൂക്ക എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ആംഗിൾ കിട്ടും പറഞ്ഞിട്ട് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്ത് മേളിൽ പോകുമ്പോൾ മമ്മൂക്ക കയ്യിൽ വെച്ചിരുന്ന പേപ്പർ ഒന്നൊന്നാ താഴെ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മമ്മൂക്ക എക്സ്പെക്റ്റും ചെയ്തില്ല ഞാൻ പറയാൻ പോകുന്നെന്ന്. ഓരോരോ പേപ്പറായിട്ടിട്ട് മൊത്തം ഇട്ടപ്പോൾ ആ മമ്മൂക്ക അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ആ ഡീപ്പിൽ പോയപ്പം പേപ്പർ മാത്രം പറന്നുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ക്ലാപ്സ് കിട്ടിയ ഒരു ഫെസ്റ്റിവലിൽ. ഒന്നുമില്ല, സിമ്പിൾ ഷോട്ടാണ്. പക്ഷേ ചില ഷോട്ടുകൾ നമ്മൾ അറിയാതെ നമ്മൾ എടുക്കുന്നത്
ആ സമയത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പം നമുക്ക് വർക്കൗട്ടാകും. ലാസ്റ്റ് ക്ലൈമാക്സിൽ മീര വന്നിട്ട് ഹസ്ബൻഡെ വിട്ടിട്ട് ഇവിടെ ഒരു റിലേഷൻഷിപ്പായി പോകുന്നു മമ്മൂക്കയുടെ. അത് ഒരിക്കലും വിടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. മമ്മൂക്കാവും അതേ ഒരു സ്റ്റേജിലെത്തി. അപ്പോൾ ഇവിടെ വന്ന് മീര ജസ്മിൻ മമ്മൂക്കാവ് കണ്ട ശേഷം അവിടെ ദേ ആർ സ്റ്റാർട്ടഡ് ലിവിങ് ടുഗദർ. അങ്ങനെ ഒരു ഡിസിഷൻ പോലെ, അത് നമ്മൾ പറയുന്നില്ല, പടത്തിൽ മനസ്സിലാവും. അപ്പോൾ മൂത്ത മകനും ഉണ്ടായിരുന്നു. മകൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നപ്പം ഒരു സ്റ്റെപ്പിൽ വന്നിട്ട് കൊച്ചുമോള് നിന്നു പോകുന്നു, അവൾ കയറാൻ പറ്റുന്നില്ല. ഈ മോൻ വന്നപ്പം മമ്മൂക്ക മോനെ ഹഗ് ചെയ്യുന്നത് അതൊരു ഇൻഡയറക്റ്റ് മീനിങ് ആണ്. ഇപ്പം ഇവൾ ഒറ്റപ്പെട്ട്. അപ്പം ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ടോപ്പ് ആംഗിളിൽ നല്ലൊരു ഡെപ്ത്ത്, ഒരു ഫീലിംഗ് മനുഷ്യർക്ക് എമോഷണൽ കിട്ടുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പം ഞാൻ വിന്ധ്യൻ്റെ പറഞ്ഞു ഇതിൽ ക്രെയിൻ വെച്ചാൽ പോരാ, ജിമ്മി ജിപ്പ് വേണമെന്ന്. അപ്പം വിന്ധ്യൻ പറഞ്ഞ് ജിമ്മി ജിപ്പ് എടുക്കാനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ ഈ പടം വേറെ ലെവലിൽ ഞാൻ എത്തിച്ചല്ലോ എന്ന് പറഞ്ഞു. അന്ന് 12,000 റുപ്പീസ് വാടകയേ ഉള്ളൂ. പക്ഷേ അത് ഭയങ്കര ബിഗ് ബഡ്ജറ്റായിട്ട് പുള്ളി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സാലറി ഇതിൽ നിങ്ങൾ ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ ആ സാലറിയിൽ മൈനസ് ചെയ്തോ, ഈ ഒരു ഷോട്ട് എടുത്തോട്ടെ എന്ന്. അങ്ങനെ ശ്യാം പ്രസാദും പറഞ്ഞ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോട്ട് ജിമ്മി ജിപ്പിന് ആർക്കും മനസ്സിലാവില്ല. അത് അങ്ങനെ ഒരു ടെക്നിക്ക് വേണ്ടിയില്ല, ഒരു ആംഗിളിന് വേണ്ടി ആ ഷോട്ട് ഒറ്റ ആംഗിളാണ് സ്റ്റഡി ഷോട്ട് ജിബിലെടുത്തത്. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് ഭയങ്കര ക്ലാപ്പിൻ്റെ ഫെസ്റ്റിവൽ, എവിടെയൊക്കെ ഫെസ്റ്റിവൽ പോയോ അവിടെ ഈ എല്ലാവരും എണീറ്റ് നിന്ന് ക്ലാപ്സ് അടിച്ച ഒരു ഷോട്ടായിട്ട് കിട്ടി. അപ്പം പുള്ളി വിളിച്ചിട്ട് അഴകപ്പ ചേട്ടനോ അതെ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് തന്നു. നിങ്ങൾ ഡെഡ്ലി ഫാനാണ്, മറ്റേ പടം കണ്ടോ അത് പടം കണ്ടോ ഇത് ഭയങ്കര അപ്രിഷിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഡെഫിനറ്റ്ലി ഹാപ്പി ആവില്ലേ. അപ്പോൾ ഡബിൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഈ ചോട്ട മുമ്പേ കണ്ടു, ഇങ്ങനെ ഒരു തല്ലിപ്പുള്ളി പടം ചേട്ടൻ്റെ ഭാഗത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത്ര വൃത്തികേട് ക്യാമറ വർക്ക് ചെയ്ത പടം ഞാൻ കണ്ടിട്ടില്ല, ഇനി അങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഷോക്കായി പോയി. ലൈവാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.